ഇതുവരെ ആരും ഇങ്ങനത്തെ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് കാണുകയില്ല കേട്ടോ. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കിടിലിനൊരു 4 മണി സ്നാക്സ് ആണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല കറുമുറ കഴിക്കാൻ ഈവനിങ്ങിൽ നല്ലൊരു സ്നാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മുട്ടയൊക്കെ അകത്ത് വെച്ചിട്ട് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിവടയുടെ വേറൊരു വേർഷനാണ് കേട്ടോ. പപ്സ് കഴിക്കുന്ന ഒരു ഫീലാണ് നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. 3 വലിയ സവോള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കുറച്ച് ഉപ്പും ചേർത്ത് വെച്ചിരുന്ന, അപ്പോൾ ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങും. നമ്മൾ ഈ മാവ് കഴിക്കുമ്പോൾ ഉള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ സവോള ശകലം കൂടുതൽ എടുക്കണം, മുട്ടയ്ക്ക് നല്ല കോട്ടിങ് വേണ്ടിയതാ. ഇനി ഒരു 4-5 പച്ചമുളക് വട്ടത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി പൗഡർ ചേർക്കുന്ന കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് ഓൾറെഡി നമ്മൾ എരിവിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നല്ല നമുക്ക് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നേരത്തെ തന്നെ ഈ സവോളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് കുതിർന്ന് കിട്ടാൻ എളുപ്പമാണേ. നല്ലോണം തിരുമ്മി കൊടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഈ സവോളയുടെ വെള്ളമൊക്കെ ഇറങ്ങി ആ മുളകിലൊക്കെ പിടിക്കത്തുള്ളേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മൈദപ്പൊടിയാണ്. ഇതിന് 1.5 കപ്പ് മൈദപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത് 50 ഗ്രാം മെഷറിംഗ് കപ്പാണ്. ഇത് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മൈദയുടെ ആവശ്യമേ ഉള്ളേ. നമുക്കൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ മാവ് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതിയേ. മാവ് ചേർത്തതിന് ശേഷമില്ലേ, നല്ല നമുക്കിതൊന്ന് തിരുമ്മി പിടിപ്പിക്കാവേ. ആ മാവ് എല്ലായിടത്തും പറ്റട്ടെ. പിന്നെ വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇത് ഇളക്കി കഴിയുമ്പോൾ നമുക്കറിയാം എന്തോരം വെള്ളം വേണമെന്നുള്ളത്. സാധാരണ നമ്മൾ ഉള്ളിവടയ്ക്ക് കടലമാവല്ലേ ചേർക്കുന്നത്, അതുപോലെ ഇത് മൈദപ്പൊടിയാന്നേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ചേരുവകളിൽ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. സവോളയുടെ കൂട്ടും മാവും എല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിനാകുമ്പോൾ വെള്ളം പോരെങ്കിൽ വെള്ളം ചേർക്കണം. ഞാൻ ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ കട്ടിക്കിരിക്കണം കേട്ടോ. കട്ടിക്കുള്ള കൂട്ടാക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ അതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ്സ് വെക്കുമ്പോഴത്തേക്ക് പോകാതെ ഇരിക്കത്തുള്ളൂ. ലൂസായി പോയെങ്കിൽ അതിനകത്ത് ഫില്ലിങ്സ് വെക്കാൻ പറ്റില്ല. നമ്മൾ മുട്ട വെക്കുന്നുണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ്. ഈ ഇളക്കി യോജിപ്പിച്ച കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണ്ടവർ മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഞാൻ കുറച്ച് ഏറെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം 5 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയ മുട്ടയൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. കൂടുതൽ സ്നാക്ക് വേണ്ടവർ കൂടുതൽ മുട്ട എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ സവോളയുടെ അളവും കൂട്ടണേ. കടയിൽ നിന്ന് പപ്സൊക്കെ മേടിക്കാതെ ഇങ്ങനെയുള്ള ചെറിയ സ്നാക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കത് പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാവേ. ഞാനിപ്പോൾ 5 മുട്ട എടുത്തിരിക്കുന്നത് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. നടുവേ പൊളന്നെടുത്ത് വെച്ചാൽ മതിയേ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ, അത് ഇതിൽ പൊതിഞ്ഞെടുക്കണം. നമ്മുടെ സ്നാക്ക് റെഡി. വളരെ സിമ്പിളായത്. എല്ലാവർക്കും ഈ വീഡിയോ. ഇനി മുട്ടയെ പൊതിഞ്ഞെടുക്കുകയല്ലേ വേണ്ടിയത്, അതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനേ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ കൈ തടവിയാൽ മതി. ആദ്യം നമ്മൾ കുറച്ച് ബാറ്റർ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഓരോ പീസ് മുട്ടയും വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സിങ് തന്നെയാണ്. ഇനി അതിൻ്റെ മണ്ടയിലും അതുപോലെ തന്നെ ഈ സവോളയുടെ കൂട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇത് കയ്യിലൊട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതേ ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്, ഒട്ടും പൊടിഞ്ഞു പോകുന്നില്ല. പിന്നെ എണ്ണയിലിട്ടാലും ഇത് പൊടിഞ്ഞു പോകുകയില്ല കേട്ടോ, നല്ല കരികരാ കിട്ടും നമുക്ക്. ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയതിന് ശേഷം പൊരിച്ചെടുക്കാവേ. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുക, ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ഇനി വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കൊന്നും അറിയാത്തവർ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. ഈ സമയത്ത് ഞാനൊരു പാനിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, പൊടിയാതെ തന്നെ ഒട്ടും എണ്ണ കലങ്ങുന്നുമില്ല, അതുപോലെ എണ്ണ ഒട്ടും കുടിക്കുന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചും ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബാക്കിയിരിക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. 3-4 എണ്ണം വെച്ച് ഒന്നിച്ചിടാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. സാധാരണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ പിടിക്കുന്ന പോലെയൊന്നും പിടിക്കത്തില്ല. നല്ല വേറിട്ട് കിട്ടുവേ. എല്ലാം ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ കൊതിയാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു ടിപ്സും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഓരോ മുട്ട വെച്ചിട്ട് ആവശ്യത്തിന് ആ കൂട്ടെടുത്തിട്ടൊന്ന് നമുക്ക് ഉരുട്ടിയെടുത്തേച്ചാൽ മതി. ഇനിയിപ്പം പരത്തിയ ഷേപ്പാണ് വേണ്ടിയെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം, കട്ട്ലേറ്റ് പോലെ. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാനേ ഉള്ളൂ. എല്ലാവരും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. കാരണം എണ്ണ ഇട്ട് ഉപയോഗിക്കാത്ത ആൾക്കാരില്ലേ, അവരൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി. എണ്ണ ഒട്ടും വേണ്ട കേട്ടോ. പിന്നെ അടിയിലൊരു ബട്ടർ പേപ്പർ മാത്രം വെച്ച് കൊടുത്തേച്ചാൽ മതി. ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവേ. അങ്ങനെയും വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഓവനിൽ വെച്ചിട്ടാണേലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ എളുപ്പത്തിനാണ് എണ്ണയ്ക്കകത്തിടുന്നത്. ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് കിട്ടുവേ. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ കടലമാവ് ചേർക്കുന്നതിന് പകരം ഇത് മൈദപ്പൊടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൈദ ഉപയോഗിക്കാത്തവർക്ക് കടലമാവിലോ ഗോതമ്പ് പൊടിയിലോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ. ബാക്കിയിരിക്കുന്നു ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനേ, അല്ലേ കരിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ലേ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ചെറിയ തീ തന്നെ വെന്തെടുക്കണം. ഇപ്പം കാണാൻ തന്നെ നല്ല രസമില്ലേ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട്, സവോളയൊക്കെയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ, അത് വെച്ചിട്ട് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടിലിനൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ടും അകത്ത് മുട്ട വെക്കുന്നതുകൊണ്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി ഈവനിങ് സമയത്തൊക്കെ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഈ സ്നാക്ക് കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് കേട്ടോ. ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ പപ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല ഞാൻ. ഇപ്പം കണ്ടോ, മുട്ടയൊക്കെ അകത്ത് നല്ല വെന്തിരിപ്പുണ്ട്. പക്ഷേ അഴുക്ക് മണമൊന്നുമില്ല കേട്ടോ. ഇതിന് വാനില എസൻസ് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. മുട്ട ചേർക്കുന്നതുകൊണ്ട് നമ്മൾ പുഴുങ്ങിയ മുട്ടയല്ലേ, പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയാൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ കൂട്ടുകാരും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലും വെറൈറ്റി ആയിട്ട് വേറെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.